ഹായ് സുഹൃത്തുക്കളെ, ഒരുപാട് അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നെറ്റ് ജൂൺ 2025 റിസൾട്ട് ഇന്നലെ രാത്രി വരികയുണ്ടായി. അപ്പോൾ അത് മുതൽ ഐ+ന് ഇങ്ങനെ ജേതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ സന്തോഷം ഇങ്ങനെ നമ്മളുമായിട്ട് പങ്കുവെക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അലൻ സാറിന്റെ മൊബൈലിലാണെങ്കിലും മറ്റ് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ലേണിംഗ് സപ്പോർട്ട് മാനേജേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരികയാണ്. നമ്മൾ ഈ രാവിലെ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള ഒരു കൗണ്ട് നോക്കുകയാണെങ്കിൽ 22 JRF ഐ+ന് വിവിധ സബ്ജക്റ്റുകൾ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് 22 JRF, 217 പേർക്ക് 217 കാൻഡിഡേറ്റ്സിന് നെറ്റ്, അതുപോലെ തന്നെ 484 വിദ്യാർത്ഥികൾക്ക് PhD ഓൺലി ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് നിലവിലെ കൗണ്ട്. അത് വീണ്ടും ഇപ്പോഴും റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇനിയും മുകളിലേക്ക് പോകും. സ്കോർ ബോർഡ് മുകളിലേക്ക് എന്താണെങ്കിലും തീർച്ചയായിട്ടും ഉയരും. അത് വരുന്ന മണിക്കൂറുകളിലായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഐ+ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഒക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിജയങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് തുടർന്നുള്ള മണിക്കൂറുകളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു വലിയ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ഐ+ന് വളരെ അഭിമാനകരമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകളുടെ വിജയമാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ട് നമ്മൾ നടത്തിയ ഓഫ്ലൈൻ കോച്ചിങ്ങിൽ പങ്കെടുത്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളോട് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഐ+ ഒരു ഫാമിലി പോലെ നമ്മൾ ഒരൊറ്റ ബാച്ചായിട്ട് നിന്ന് പഠിച്ച 2 കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ എറണാകുളത്ത് തിരുവനന്തപുരത്ത് നടത്തിയത്. അതിൽ വലിയ വിജയം ഐ+ന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്ന ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് ഈ പറഞ്ഞതുപോലെ റിസൾട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ അതിൽ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത്തവണ ചെറിയ മാർക്കിനൊക്കെ പോയ ആളുകളെ സംബന്ധിച്ച് നിരാശയുണ്ടാവും. 1-2 ദിവസം നിങ്ങൾക്ക് ആ നിരാശ മറികടക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിനുശേഷം തിരികെ ട്രാക്കിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും പരീക്ഷയുണ്ട്, ഡിസംബറിൽ പരീക്ഷയുണ്ട്. ഉറപ്പായിട്ടും വാശിയോടുകൂടി അടുത്ത തവണ ഉറപ്പായിട്ടും നമ്മൾ ക്രാക്ക് ചെയ്യും എന്നുള്ള വാശിയോടുകൂടി തന്നെ പഠിക്കുക. അതിനൊരു കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ+ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൺലൈനായിട്ട് 17ഓളം സബ്ജക്റ്റുകൾക്കും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും നമ്മുടെ സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ നേരിട്ടെത്തി വളരെ ചെറിയ ഫീസിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിരാശയിൽ മുങ്ങിത്താഴാതെ, പ്രത്യേകിച്ചും ഈ റിസൾട്ടുകൾ, നമ്മൾ ഈ കാണുന്ന ഈ സംഖ്യകൾ, ഈ 22 എന്നുള്ളത് ഓരോരുത്തരും ഓരോ കഥകളാണ്, ഓരോ വിജയഗാഥകളാണ്. അപ്പൊ അവരൊക്കെ കഴിഞ്ഞ തവണയും അതിന് മുന്നിലത്തെ ഒക്കെ തവണയും പരാജയപ്പെട്ട ആളുകളായിരുന്നു. പക്ഷെ ഇത്തവണ അവർക്ക് വിജയ തീരത്തേക്ക് എത്താനായിട്ട് സാധിച്ചു. അതിൽ ചെറിയൊരു പങ്ക് ഐ+ന് വഹിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾക്കും അടുത്ത തവണ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് കട്ട് ഓഫിന്റെ അനാലിസിസ്, വിവിധ വിഷയങ്ങളുടെ കട്ട് ഓഫിന്റെ അനാലിസിസുമായിട്ടൊക്കെ ഐ+ നിങ്ങളോട് തുടർന്നുള്ള വീഡിയോകളിലായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത തവണ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അടുത്ത തവണ തന്നെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള വാശിയോടുകൂടി, ഉറപ്പോടുകൂടി പഠിക്കുക. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.